ആ പഴയ കുന്തക്കുരുടി എന്ന നവമാധ്യമ വേദിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യനാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. ഈ മാധ്യമത്തിലൂടെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദൈവോധന ധ്യാനത്തിനായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന് 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ചില ആലോചനകൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുക. പ്രാരംഭമായിട്ട് അതിൽ 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശെ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ മരണശേഷം മോശയുടെ ശുശ്രൂഷകനായിരുന്ന യോശുവയെ ദൈവം ധൈര്യപ്പെടുത്തുകയും യോശുവയ്ക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുമാണ് ഈ 9 വരെയുള്ള വാക്യങ്ങളുടെ ഇതിവൃത്തം. ഈ ഭാഗം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിലും നമ്മെ ദൈവകൃപയിൽ ആശ്രയിക്കാനും ശക്തി പ്രാപിക്കുവാനും മുഖാന്തരമായി തീരുന്ന വചനങ്ങളാണ്. ഇവിടെ പ്രത്യേകമായിട്ട് നാം ചിന്തിക്കേണ്ട കാര്യം, നാം ധൈര്യപ്പെടേണ്ടതായ കാര്യം, യഹോവ മോശയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശെ മരിച്ചു. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു ദുഃഖകരമായ വാർത്ത പിന്നെയും ഓർപ്പിക്കുകയാണോ, വേദനിപ്പിക്കുന്ന ആ വാക്കുകൾ ആണോ പറയുന്നത് എന്നുള്ളത് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം പ്രത്യേകം ഇവിടെ പറയുന്നത്, എൻ്റെ ദാസനായ മോശെ മരിച്ചു. എന്നാൽ മോശയുടെ ദൈവം മരിച്ചിട്ടില്ല. മോശയുടെ ദൈവം ജീവിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഉറപ്പാണ് ജീവനുള്ള ദൈവം ഈ ഭാഗത്ത് തൻ്റെ ദാസനായ യോശുവയ്ക്ക് കൈമാറുന്ന സന്ദേശം. നമ്മളുടെ ആത്മീകമായി നമ്മെ നടത്തിയവർ, നമുക്ക് സഹായമായിരുന്നവർ, നമ്മോട് കൂടെ നമുക്ക് ആശ്രയമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചവരൊക്കെ ഒരുപക്ഷെ നമ്മിൽ നിന്നും മാറ്റപ്പെട്ടേക്കാം. മരണത്താൽ മാറ്റപ്പെടാം. നമ്മളുമായിട്ടുള്ള സൗഹൃദബന്ധങ്ങൾ തീർന്നു എന്ന് വന്നേക്കാം. എന്നാൽ അവരൊക്കെ മാറിയാലും മാറ്റമില്ലാത്ത ദൈവം, അവിടുത്തെ വാഗ്ദത്തങ്ങൾ എന്നേക്കും തൻ്റെ ജനത്തിന് ആശ്വാസമാണ്. ദൈവത്തിന് ദാസനായ യോശുവയെ ദൈവം ധൈര്യപ്പെടുത്തുകയാണ്, എൻ്റെ ദാസനായ മോശെ മരിച്ചു. എന്നാൽ നീ ഈ ജനത്തെ ഞാൻ മോശയോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത നാട്ടിലേക്ക്, കനാൻ നാട്ടിലേക്ക് നീ അവരെ കൈപിടിച്ച് നടത്തുമെന്നുള്ളതാണ്. ഈ തരുണത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ ദാസനായ എലീശയാണ്. ഏലിയാവിൻ്റെ ശിഷ്യനായിട്ട് ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ ബലമായി കൂടെ ഏലിയാവിനെ പിൻപറ്റി നടന്ന ദൈവത്തിൻ്റെ ദാസനാണ് എലീശ. ഒരു സന്ദർഭത്തിൽ ഏലിയാവിനെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് എടുത്തു. ഏലിയാവിൽ നിന്ന് വീണ ആ പുതപ്പ് കയ്യിലെടുത്ത് എലീശ ആ നദിയെ അടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഏലിയാവിൻ്റെ ദൈവം എവിടെ? ഏലിയാവ് എവിടെ എന്നല്ല ചോദിച്ചത്. ഏലിയാവ് എവിടെയാണെന്നുള്ളത്
എലീശയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഏലിയാവിൻ്റെ ദൈവം ജീവിക്കും. ഏലിയാവ് മാറ്റപ്പെട്ടേക്കാം, പക്ഷേ ഏലിയാവിൻ്റെ ദൈവം ജീവിക്കും. എൻ്റെ ദാസനായ മോശെ മരിച്ചു, എന്നാൽ മോശയുടെ ദൈവം ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഈ ജനത്തെ അക്കരെ നടത്തുമെന്നുള്ള വാഗ്ദത്തമാണ് ദൈവം കൊടുക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ വാക്കുകൾ നമുക്ക് ധൈര്യമായിരിക്കട്ടെ. രണ്ടാമതായിട്ട് ദൈവം തൻ്റെ ദാസനായ യോശുവയോട് പറയുന്നുണ്ട്, അതിന് 5ഉം 6ഉം വാക്യങ്ങൾ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഇവിടെ യോശുവയെ ദൈവം ധൈര്യപ്പെടുത്തുകയാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വിരോധമായിരിക്കുകയില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. പ്രിയരെ, നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്ന, നമ്മുടെ ഉറപ്പ് നഷ്ടപ്പെടുന്ന പ്രതിസന്ധികളുണ്ടായെന്ന് വരാം. എന്നാൽ ദൈവം തൻ്റെ ദാസനായ യോശുവയെ ശക്തിപ്പെടുത്തുകയാണ്. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ നടത്തും. നീ ജനത്തെ കനാനിൽ അവർക്ക് ഞാൻ നൽകുമെന്ന് പറയുന്ന ദേശത്തേക്ക് ഞാൻ കൊണ്ടുവരും എന്നുള്ള ഉറപ്പും ധൈര്യവും യോശുവയ്ക്ക് കൊടുക്കുകയാണ്. മൂന്നാമതായിട്ട് അതിന് 7-ാം വാക്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണം നീ വായിച്ചു കൊണ്ടിരിക്കുക എന്നല്ല പറഞ്ഞത്. ഈ ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഈ വായിക്കുന്ന വചനങ്ങൾ അത് അനുസരിച്ച് പ്രമാണിച്ച് ജീവിക്കുവാനാണ് വചനം ആഹ്വാനം നൽകുന്നത്. ഇവിടെ യോശുവയെ ദൈവം അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ മോശയോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും, മോശ നിന്നോട് പറഞ്ഞിട്ടുള്ള ന്യായപ്രമാണം അത് നീ അനുസരിച്ച് നടക്കേണ്ടതിന് ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. അതിൽ രണ്ടാമത്തെ കാര്യം, ഈ പ്രമാണം വിട്ട് നീ ശുഭമായിരിക്കേണ്ടതിന് ഈ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ വ്യതിചലിക്കാനുള്ള സാധ്യതകൾ, പ്രലോഭനങ്ങൾ പിശാച് കൊണ്ടുവരാം. നീ നയിക്കാൻ പോകുന്ന ജനത്തിൽ നിന്ന് നിനക്കുണ്ടായെന്ന് വരാം. പക്ഷേ ഈ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. മോശയുടെ വിജയം അതായിരുന്നു. ആ മരുഭൂ പ്രയാണത്തിൽ എത്രയോ പ്രതിസന്ധികളുണ്ടായി. ഇസ്രായേൽ മൂപ്പന്മാർ ഒന്നടങ്കം വന്ന് ആ മോശയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ഞങ്ങളെ ഈ മിസ്രൈമിലെ ജനത്തിനു മുമ്പാകെ നാറുമാറാക്കി എന്ന് പറഞ്ഞ് പിറുപിറുക്കാടെയായി. വളരെ ക്ഷീണിപ്പിക്കുന്ന, വളരെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ ആ ഇസ്രായേലിലെ മൂപ്പന്മാരിൽ നിന്നുണ്ടായി. പക്ഷെ മോശ അണുവിട വ്യതിചലിച്ചില്ല. എൻ്റെ ജനത്തെ ഈ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് അക്കരെ കൊണ്ടുവന്ന് എൻ്റെ ദൈവത്തെ ആരാധിക്കും, അവന് യാഗം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയപ്പിന്നുള്ള പ്രമാണത്തിൽ ഉറച്ചു നിന്ന ദൈവദാസനായിരുന്നു മോശ. അതുകൊണ്ട് യോശുവയെ ദൈവം ധൈര്യപ്പെടുത്തുകയാണ്. എത്ര പ്രലോഭനങ്ങളുണ്ടായാലും, എത്ര എതിർപ്പുകളുണ്ടായാലും നീ ഭയപ്പെടരുത്. ഈ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ വ്യതിചലിക്കരുത്. എന്നിട്ട് ദൈവം പറയുകയാണ്, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും വരുമ്പോൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇങ്ങനെ ഈ
കഷ്ടപ്പാടും പ്രയാസമൊക്കെ ഉണ്ടാകുന്നത് എന്തിനാ? എന്നാൽ ഈ ജനത്തിൻ്റെ അംഗീകാരം സ്വീകരിക്കാമല്ലോ എന്ന് വിചാരിച്ച് പ്രമാണം ലൂസാക്കി വ്യതിചലിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അത് സുഖമായിട്ട് തോന്നാം, അത് ലോകപ്രകാരം ഒരു സുഖം കിട്ടും, പക്ഷേ ദൈവത്തിന് മുമ്പാകെ അത് ശുഭമല്ല. എന്നാൽ നീ ശുഭമായിരിക്കേണ്ടതിന്, അനുഗ്രഹമായിരിക്കേണ്ടതിന് ഈ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രിയരെ, ഈ പ്രമാണമനുസരിച്ച് ഈ പ്രമാണപ്രകാരം ജീവിച്ചാൽ കർത്താവിൻ്റെ ആശ്വാസവും കൃപയും ധൈര്യവും പ്രാപിപ്പാൻ സാധിക്കും. എൻ്റെ ദാസനായ മോശെ മരിച്ചു, എന്നാൽ ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സത്യം ജീവമുള്ള ദൈവത്തെ പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മെ ബലപ്പെടുത്തട്ടെ. ആ ദൈവം നമ്മെ സഹായിക്കും, നമ്മെ ശക്തിപ്പെടുത്തും. ആ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.